പാലക്കാട് മലമ്പുഴയിൽ റെയിൽപാളം മുറിച്ചു കിടക്കുന്നതിന്റെ പരിക്കേറ്റ കാട്ടാന ചരിഞ്ഞു. 5 മണിക്കാണ് മരണം സ്ഥിരീകരിച്ചത്. ഗോകുൽ വി എസ് ആയിരുന്നു. ഗോകുൽ, എന്തുകൊണ്ട് മരണം സംഭവിച്ചു എന്നതടക്കമുള്ള എന്തൊക്കെ വിവരങ്ങളാണ് വനം ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും പങ്കുവയ്ക്കുന്നത്? കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെ ആനയുടെ നില ഗുരുതരമായി തുടരുകയായിരുന്നു. ആനയുടെ പിൻകാലിലെ പുഴ തെറ്റിയത് മുതൽ ആനയ്ക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. വലിയ ഭാരമുള്ള ഒരു ജീവിയായതുകൊണ്ട് പിന്നീട് ആന കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. ആനയുടെ കാല് പോലും അനക്കാൻ പറ്റാത്തൊരു നിലയിലേക്കായിരുന്നു പിന്നീട് എത്തിയത്. റെയിൽപാളം മുറിച്ചു കിടക്കുന്നതിനിടെ ആനയ്ക്ക് അപകടം പറ്റി എന്നുള്ളതാണ് വനം വകുപ്പ് മനസ്സിലാക്കുന്നത്. വനം വകുപ്പ് ആ സമയത്തൊക്കെ തന്നെ ചികിത്സകൾ നൽകിയെങ്കിലും പിന്നീട് ആനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസം കഴിയും തോറും സ്ഥിതി വഷളാകുന്ന നിലയിലായിരുന്നു. ഇന്ന് രാവിലെ വളരെ മോശം അവസ്ഥയിലേക്കാണ് ആന പോയി. അപ്പോഴും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു വനം വകുപ്പ്. അതിന്റെ ഭാഗമായി തന്നെ മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ഭക്ഷണം കഴിക്കാതെയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്ത സ്ഥിതിയിലേക്ക് ആന പോവുകയായിരുന്നു. വൈകിട്ട് 5 മണിയോടെ ആനയുടെ മരണം സ്ഥിരീകരിച്ചു.